മുകളിലേക്ക് കയറിയപ്പോൾ നോക്കുമ്പോ അവിടുന്ന് തെക്കോട്ട് നോക്കിയപ്പോ അനവധി രണ്ട് കാലിലുള്ള കൊട്ടാരങ്ങള്, അതികേമായിട്ടുള്ള കൊട്ടാരങ്ങൾ ഇങ്ങനെ പണി കഴിച്ചുകൊണ്ട് നിർത്തിന്നോത്ര ഏത് വേണമെങ്കിൽ എടുക്കാന്ന് പറഞ്ഞ പോലെ അദ്ദേഹം അവിടുന്ന് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് നോക്കി അതിന്റെ എണ്ണയിൽ കൂടെ അങ്ങോട്ട് ഓടിയെന്നാണ്. നോക്കുമ്പോ ഏതേതോ നല്ലതെന്ന് നിശ്ചയില്ല, എല്ലാം വിൽക്കാൻ വെച്ചതാ, ഏത് വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ നോക്കി അദ്ദേഹം അങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി. അങ്ങനെ പറഞ്ഞ് ഓടി ഓടി ഒരു കൊട്ടാരത്തിന്റെ മുമ്പിൽ അദ്ദേഹം നോക്കിയപ്പോ ആ കൊട്ടാരത്തിന്റെ പ്രധാന വാതില് തുറന്നിട്ട് ആ വാതിൽ കൂടെ ഒരു സുന്ദരി ഇങ്ങനെ തല കെട്ടി നിൽക്കുന്നുണ്ട്. അവിടെ ഉമ്മർപ്പടിയുമ്പോൾ തന്നെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ആ സുന്ദരിയെ നോക്കിയപ്പോ അവള് ശൃംഗാര ആയിട്ടൊന്നും ഇദ്ദേഹത്തിനെ നോക്കിയപ്പോ മെല്ലെ അടുത്തേക്ക് ചെന്നു. നീ ആരാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാലാട്ടി ഇങ്ങനെ ഇരിക്കണം ഉമ്മർപ്പടിയുമ്പോൾ തന്നെ? ഈ വീട് ആരുടെ? നിന്റെ അച്ഛന്റെ? എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല, എന്റെയാണ് ഈ വീട്. അങ്ങനെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു സുന്ദരി. അപ്പൊ നിന്റെ ഭർത്താവോ? അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്താ അമ്മയ്ക്ക് എന്റെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹം ആലോചിച്ചു, അല്ല അതിനെന്താ, നിനക്ക് ആരുമില്ല എന്ന് പറഞ്ഞാൽ എന്നെ വിശ്വസിക്കേണ്ട. ഞാൻ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ ഒരു വലിയ അടുപ്പക്കാരായി. ഒടുക്കം അവള് ചില വ്യവസ്ഥകളൊക്കെ വെച്ചു. അന്ന് ഈ ഉമ്മർപ്പടി കയറി ഇവിടെ കിടക്കുക. എന്റെ പാണിഗ്രഹണം കഴിഞ്ഞ് അന്ന് ഈ ഉമ്മർപ്പടി ഇവിടെ കയറി കിടക്കുക. പിന്നെ അന്നേക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ടി വരില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അദ്ദേഹം തല കെട്ടി നോക്കി. സൗകര്യമൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെ അവള് വിവാഹം കഴിച്ച് അദ്ദേഹത്തിന് ഉള്ളിലേക്ക് കൊണ്ടുപോകുകയാണ്. ഉള്ളിലേക്ക് കൊണ്ടുപോയി പിന്നെ പുറത്തേക്ക് വരാൻ പാടില്ലാതെ വ്യവസ്ഥയൊക്കെ ഉണ്ട്. കാരണം അവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ എന്തിനാ പുറത്തേക്ക് വരണേ? അങ്ങ് എന്നെ വിട്ടിട്ട് പുറത്തേക്ക് പോകരുതെന്ന് സമ്മതിച്ചു. ഉള്ളിൽ കയറി ഇവള് വാതിലടച്ചു. നോക്കിയപ്പോ ഒരു സർപ്പ അവിടുന്ന് വരണം. 5 തലയുള്ള സർപ്പ അവിടുന്ന് വല്ലാണ്ട് ചീറ്റിക്കൊണ്ട് വരുന്നു. ഇദ്ദേഹം വല്ലാണ്ട് പേടിച്ചു. നീ എന്നെ പറ്റിച്ചതാണല്ലേ ചോദിച്ചു. പറ്റിച്ചതൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു ഭൃത്യൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ ആളെന്ന്. ഈ സർപ്പാണ് ഇവിടുത്തെ എല്ലാ കാര്യവും നോക്കണമാണ്. അതൊന്നും നമ്മളെ ചെയ്യില്ല, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ആരും നോക്കും. ശരി, പിന്നെ സർപ്പത്തിനെ പരിചയപ്പെട്ടു. സുഖമായി സൗകര്യമായി അയാളൊക്കെ നോക്കിക്കോളും. പിന്നെ പേടിക്കാനില്ല. നോക്കുമ്പോ 10 ഭീകരന്മാരാ പിന്നെ വന്ന് നമസ്കരിക്കുന്നത്. അവരെ കണ്ടപ്പോ പേടിച്ചോടാൻ തുടങ്ങി. അവരെ പരിചയമായി. പിന്നെ അങ്ങനെ ദിവസേന അവിടെ എന്ത് കാര്യം വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, അവര് ചെയ്തു തരും. ഇങ്ങനെ അദ്ദേഹം അവിടെ അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് എന്തൊക്കെ ശബ്ദം കേൾക്കുന്നതാണ്. അതൊന്നും നോക്കണ്ട, ഇത് നല്ല കൊട്ടാരങ്ങളിൽ വെച്ച് നല്ല കൊട്ടാരം. അപ്പൊ ഇതിനൊക്കെ ആക്രമിക്കാൻ ധാരാൾക്കാർ വരുന്നുണ്ട്. അപ്പൊ പുറത്തുനിന്ന് ആക്രമിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല, കുറെ കാലം നിൽക്കും. അതുകൊണ്ട് അങ്ങ് പേടിക്കൊന്നും വേണ്ടാന്ന്. നോക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് പൊട്ടതും ചീറ്റലും എന്ന് പറഞ്ഞ പോലെ പുറത്തുനിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ആയുധങ്ങളെ കൊണ്ടുള്ള അടിയാണ്. ഗന്ധർവന്മാരുടെ ആക്രമണമാണ് ഇവിടെ പറയുന്നത്. ശരി, അതുണ്ട്. അങ്ങനെ കുറെ ദിവസം അവിടെ കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് എന്തായാലും പുറത്തേക്കൊന്നും പോയി കാറ്റൊക്കെ കൊള്ളണം തോന്നി തുടങ്ങിയതാണ്. അങ്ങനെ ഇവള് കിടന്നുറങ്ങിയപ്പോ ഒരു ദിവസം രാത്രി മെല്ലെ വാതിലുകൾ 9 എണ്ണമാണ് ഈ കൊട്ടാരത്തിന്. അതൊന്നും തുറക്കേണ്ടി വരില്ല, തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ രാത്രി ആ വാതിൽ തുറന്ന് നായാട്ടിന് പോയി തിരിച്ചു വന്ന് വാതിൽ അടച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. നോക്കുമ്പോ വാതിൽ അടച്ചിട്ടില്ല, രക്ഷപ്പെട്ടു. ഞാൻ പോയത് അവൾ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചു. വേഗം ഉള്ളിലേക്ക് വന്നപ്പോഴാ അവള് ചില മുറികൾ, തുറക്കാത്ത മുറികൾ എന്ന് പറഞ്ഞിട്ട് ചില മുറികളുണ്ട് അവിടെ. അതില് തുറന്ന് ഇരുട്ടായിട്ടുള്ള മുറിയിലാണ് അവള് എന്നാണ് ഈ ഭൃത്യന്മാര് പറയുന്നത്. വേഗം അവളെ പോയി അനുനയിപ്പിക്കാൻ, ചുണ്ടി എടുത്തിട്ടാണ് അങ്ങനെ പോയത് എന്ന് പറഞ്ഞു. വേഗം അവളെ അനുനയിപ്പിക്കാൻ ചെന്നു. അവള് ചവിട്ടിയെന്ന അദ്ദേഹത്തിന്. അദ്ദേഹം മൂക്കൂത്തി വീണു. പിന്നെ മെല്ലെ അടുത്തേക്ക് ചെന്നു. സോപ്പിട്ട് അവിടുന്ന് മെല്ലെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്തിനാ നീ ഇത്ര ചുണ്ടി എടുത്തത്? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നേ. എവിടെ? നിങ്ങൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, പുറത്തേക്ക് പോയില്ലേ? ഒന്നുമില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എവിടെ? നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അവള് കണ്ടുപിടിച്ചു എന്ന് മനസ്സിലായപ്പോ ഇയാള് പറഞ്ഞു, ഞാൻ ആ വാതിലൊന്നും തുറന്ന് പുറത്ത് കാറ്റ് കൊള്ളാൻ പോയത്, ഞാൻ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു. പോയി വന്നാലും ഇപ്പൊ അത്രയില്ലല്ലോ, നിന്റെ 2 ചവിട്ട് കൊള്ളണം, അത്രയില്ലേ ഉള്ളൂ. എന്നാലും സാരമൊന്നുമില്ല. പിന്നെ അദ്ദേഹം ദിവസേന പോകാൻ തുടങ്ങിയതാണ്. വരുമ്പോഴൊക്കെ 4 ചവിട്ട് കൊള്ളും ചെയ്യും. ഇതും ശീലായി എന്നാണ് അദ്ദേഹത്തിന്.
അങ്ങനെ ഒരിക്കൽ അദ്ദേഹം നായാട്ടിന് പോയി വരുമ്പോ വരണ സമയത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ എന്തോന്ന് കുടുങ്ങി. ബെർഗീസ് കേൾക്കണം, വെറുതെ പറയുന്നതല്ല കഥ, അങ്ങ് ശ്രദ്ധിക്കാണ്ടിരുന്നാൻ പറ്റില്ല. ബെർഗീസ് ദയമായിട്ട് സ്വൈരക്കേടുകളോടുകൂടി ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എന്താ ചോദ്യം ചോദിക്കണാവോ, ഞാൻ അതിന്റെ ഉത്തരം പറയേണ്ടിയില്ലോ. ഇദ്ദേഹത്തിന് നേരം പോകണം യജ്ഞത്തിന് ഒരുക്കാൻ എത്ര ഇതിന്റെ ഇടയിൽ നാരദൻ സമയം കളയാൻ വേണ്ടിയിട്ട് എന്ന കവലാതി മനസ്സിൽ വിചാരിച്ചുകൊണ്ടാ കേട്ടിരിക്കുന്നത്. ഇങ്ങനെ കഴുത്തിലൊരു സാധനം കുടുങ്ങി പോരുമ്പോ ഇതെന്താ നോക്കുമ്പോ ആരും കിട്ടണില്ല. നോക്കുമ്പോ പിന്നിലൊരു വികൃതയായിട്ടുള്ളൊരു സ്ത്രീ, ഞാൻ അങ്ങേ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നില് മാലട്ടിരിക്കുകയാണേ, കഴുത്തിൽ മാലട്ടിരിക്കുക. അവള് തന്നെ ലഹള കൂട്ടുക, ഞാൻ എങ്ങനെയെങ്കിലും അവളുടെ അടുത്ത് രക്ഷപ്പെടണം, ഈ വാതിലിന്റെ അടുത്ത് വന്നാലെങ്കിൽ അവളെ തള്ളിയിട്ടിട്ട് വാതിൽ വേഗം കുറ്റിയിടണമെന്ന് ഇരിച്ചതാണ്. നോക്കുമ്പോ അവൾ ആദ്യം തന്നെ കയറി വീട്ടിലേക്ക്. ഇനി എന്താ ചെയ്യുക? എന്റെ രണ്ടാം ഭാര്യ എന്ന് അവളോട് പറയാൻ പറ്റുമോ? എന്തായാലും അപ്പോഴേക്ക് അവളത് മനസ്സിലാക്കി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഉണ്ടായി ചവിട്ടും കുത്തും എന്ന് പറയണ്ടേ. ഇനി അതന്നെ ആയിരുന്നു അത്ര അവിടെ മുഴുവൻ സമയവും രണ്ടാം ഭാര്യയായിട്ട്. എന്നാ അവളെ ചവിട്ടുവോ, അവളെ ഇവളെ കൊല്ലാണെങ്കിൽ തിരക്കണില്ല, അതല്ല, അവര് രണ്ടാളും കൂടി സേവ ചെയ്യും. എന്നിട്ട് എനിക്കോ ആദ്യത്തെ ഭാര്യ വല്ലാത്ത അടി. ഇങ്ങനെ അവിടെ അപ്പോഴേക്ക് എന്തായി, വീട് പൊളിയാൻ തുടങ്ങി. തൂണൊക്കെ അത് തന്നെ വെള്ളം ഒലിച്ചിട്ട് തൂണൊക്കെ ധരിച്ചു തുടങ്ങി. എപ്പോഴാ വീഴാൻ നിശ്ചയില്ല. ചില തൂണുകളൊക്കെ ഇടയിൽ കൊടുക്കാൻ തുടങ്ങി. കൊടുക്കുന്ന ആ സുദിനായി എന്ന് പറയാ, ആ വീട് പൊളിഞ്ഞു. ഉത്തര ഇയാളുടെ തലയിൽ തന്നെ വീണു. എന്റെ ആദ്യത്തെ ഭാര്യയുടെ തലയിൽ വീഴരുതേ ഉത്തരം വിചാരിച്ച് അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ ഉത്തരം വീണ് അദ്ദേഹം മരിച്ചു. ആ സ്ത്രീയെ കുറിച്ച് ചിന്തിച്ച് മരിച്ചതുകൊണ്ട് അദ്ദേഹം ഒരു സ്ത്രീയായിട്ട് ജനിച്ചു ബെർഗീസെ. അതുകൊണ്ട് സത്സംഗം സാധിച്ചു. സ്ത്രീകളെ സത്സംഗത്തിൽ ധാരാളം പങ്കെടുക്കും സ്ത്രീകൾ. അങ്ങനെ ആ സ്ത്രീകൾക്ക് ധാരാളം സത്സംഗം തരായി. മലയധ്വജനെ വിവാഹം കഴിച്ചു. അതിൽ 2 കുട്ടികളുണ്ടായി. അങ്ങനെ അവര് മലയധ്വജനം കൂടിയിട്ട് ഈ പുരഞ്ജനി എന്ന് പറയാ, അവർക്ക് പേരെന്താട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നത്തെ ജന്മത്തില് നാരദൻ പറയാ, നമുക്കിപ്പോ പുരഞ്ജനി പറയാ. അവള് പുരഞ്ജനിയായിട്ട് ജനിച്ച് ഈ മലയധ്വജനെ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായ സമയത്ത് അവര് രണ്ടാളും കൂടി ഒരു കാട്ടിലേക്ക് സുഖമായിട്ട് ജീവിക്കാൻ പോയി. കാട്ടിൽ പോയപ്പോ ധ്യാനിക്കലാണ് ഈ മലയധ്വജന് ഇഷ്ടം. അദ്ദേഹം ധ്യാനിച്ച് ദിവസങ്ങളോളം ധ്യാനിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ് തൊട്ടു നോക്കിയപ്പോ അയാളുടെ ശരീരം മരിച്ചെന്നു. ഇത് കേട്ടിട്ട് പുരഞ്ജനി ഉറക്കാക്ക അറിയ കരച്ചിൽ കേട്ടിട്ട് വടക്കുന്ന ഒരു ബ്രാഹ്മണൻ വരുമ്പോ അയാള് ചിരിച്ചുകൊണ്ടാ വരണം. അയാള് ചിരിച്ച് മണ്ണ് കപ്പിക്കൊണ്ടാ വരുന്നത്. ഇവളാണെങ്കിലോ കരഞ്ഞിരിക്കും. ഈ കരയുന്ന വെള്ളത്തിക്ക് ചിരിച്ചുകൊണ്ട് വന്ന് അടുത്ത് വന്നിട്ട് ഒരാൾ കരയാ, ഒരാൾ ചിരിക്കുക. ഇങ്ങനെ അവര് കുറെ കഴിഞ്ഞപ്പോ എന്തായി, ഇവള് കരച്ചിൽ നിർത്തിയിട്ട് ഇവള് ചിരിക്കാൻ തുടങ്ങി. ഇവള് ചിരിച്ച് രണ്ടാളും കൂടി 2 ഹംസങ്ങളായിട്ട് അവിടുന്ന് അങ്ങോട്ട് മാനസത്തിലേക്ക് പറന്നു പോയി. ഇതെന്താ കഥ എങ്ങനെയുണ്ടോ ചോദിച്ചു. അതിഗംഭീരായിരുന്നു നാരദ മഹർഷി എന്ന് പറഞ്ഞിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു കാൽക്കല്. എന്നാ നീ പൂവല്ലേ എന്ന് ചോദിക്കാണ്ട് എന്ന് ചോദിച്ച പോലെ നാരദൻ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. എന്താ മനസ്സിലായി പറയൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് സത്യം പറയാൻ നാരദ മഹർഷി ഒന്നും മനസ്സിലായില്ല. ഞാൻ ഇവിടുന്ന് വേഗം പോവാൻ വേണ്ടിയിട്ടാണ് ഒക്കെ മനസ്സിലായി എന്ന് പറഞ്ഞത്. എന്നാൽ അതിന്റെ തത്വം പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് അടുത്ത 2ാം അധ്യായത്തില് നാരദ മഹർഷി വിസ്തരിച്ച് അതിന്റെ തത്വം പറഞ്ഞു. കൊടുപ്പിത കുടുംബിനെ ഉപാധ
ഭഗവൻ സേവജോസ്മാ സംവേദ അവലംബ്യതേ വയസ്തദ്വിജാനന്തി വയം കർമ്മോഹിതാഃ നാരദോവാച പുരുഷപുരജ വിദ്യാദിദ്യുവനകഥയാത്മനാപുരം ഏകദ്വിത്രിചതുഷ്പാദം ബഹുപാദമപാദകം യോ അവിജ്ഞാനഹൃതസ്ഥസ്യ പുരുഷസ്വതേശ്വര എന്ന വിജ്ഞാനത്തെ കൊണ്ടിരുന്ന അമനാഭൻ എന്ന വിജ്ഞാനത്തെ കൊണ്ടിരുന്ന അമഭിർവാഗ്നയാഗുണൈഃ ഏനാദിവൃക്ഷം പുരുഷാഃ കാസ്യേന ഗുണാൻ ഉപദ്വാരം ദിവസ്ഥാനത്തെ പത്രാമനത സാധ്യതി വിദ്യാനവാഹവിദ്യൽകൃതം യാമധിഷ്ഠായദേഹസ്യ പുമാൻ പുംഗരേക്ഷഭിർഗുണാൻ സഖായിന്ദ്രിയഗണജ്ഞാനം ച കർമ്മചൈൽകൃതം സഖ്യസ്തദ്വൃത്തയഃ പ്രാണപഞ്ചവതിര്യഥോരക വിദഗ്ധമനോവിദ്യാധീന്ദ്രിയനായക വജ്ജാലാഃ പഞ്ചവിഷയായ മധ്യേനോധം പുരം അക്ഷ്ണേനാസേകർണോധം ശിസ്യഗതാവതി ദ്വേ ദ്വാരോ ബഹിര്യാദേസ്തദിന്ദ്രിയസന്നിധ അക്ഷ്ണേനാസേനാസേകവഞ്ചവിരാഃ കൃതാഃ ദക്ഷിണാദക്ഷിണാഃ കർണോത്തരാജോപരസ്മൃതാഃ അസ്മേദ്യത്യഗോ പശ്ചിമേരീത്യ അധോദ്വാരോ വിവംശസ്നിരോചിതേ ഖദ്യൂത അഭിമുഖി ചാതനെ എത്ര ഏകപ്രദർമിതേ രൂപം വിഭ്രാജനന്താഭിചക്ഷുഷീശ്വര നളിനീനാളിനീനാസേ രന്ദസ്വരഭൂചിതേ ഘർണോധൂതമുഖ്യാസ്മി ഗുണവാക്യസമുദ്രജ ആഹ്മോ വ്യവഹാരോപചക്രമന്ധോരഭൂതരം വിദുഹൂർദക്ഷിണഃ കർണോത്തരോ ദേവഭൂഃ സ്മൃത പ്രവർത്തഞ്ച നിവർത്തഞ്ച ശാസ്ത്രമജ്ഞാസംതനവിദ്യാനദേവി അനശത്വാച്ഛുതരാജകൃത്യേ ആസുരീമേഡ്ഡമർമാത്മതുമാർവ്യവായോഗ്രാമണാമൃതി വസ്തുത പ്രദാപ്രോക്തോ വിദുർവിദോച്യതേ വൈസന്നരകംപ്രായക്ലുബ്ധതോ വൈസസന്നരകം പായുർലുബ്ധതോ അന്ധോതുമേശ്വനു ഹസ്തപാദോ മാംസാഭ്യമികൃതോ യാതി കരോതി ച അന്തഃപുരം ജഹതി വിഷൂചിർമുനിച്യതേ അത്രമോഹം പ്രസാദം വാ ഹർഷപ്രാപ്തഗുണൈഃ യഥാ യഥാ വിക്രിയതേ ഗുണോപദോ വിരോധിവ തഥാഗതോ ദൃഷ്ടാത്മാ തദ്വൃത്തിനിർഗാര്യതേ ദേഹവർദ്ധസ്ഥിന്ദ്രിയാസ സംവത്സരയോഗതി ദീർഘകർമ്മചക്രസ്തേ ഗുണഭേദപഞ്ചാസുബന്ധന മനോരസ്മബുദ്ധിസൂതോ മനോരസ്മബുദ്ധിസൂതോ ഗംഗീപദുന്ദഗോപുര പഞ്ചേന്ദ്രിയാർത്ഥപ്രക്ഷേപോ സപ്തധാതുവിരുദ്ധക ആകുലവികുമവാക്യം കൃഷ്ണമുഖാമതി ഏകാദശേന്ദ്രിയസമൂഹോ പഞ്ചസൂനാവിനോദകൾ സംവത്സരശ്ചന്ദ്രവേദകാണ്ഡീനോപലക്ഷിത തസ്യാഹ അനീഹ ഗന്ധർവ ഗന്ധർവ്യോരാഗ്രസ്മൃതാഃ അനന്യാഭിപ്രകൃതം കാലകന്യാദിക സാക്ഷാലോകസ്ഥാന്നാഭിനന്ദതി സ്വസാരഞ്ജഗ്രഹേ മൃത്യൂഃ ക്ഷയായ യോനീശ്വര ആധിയോവ്യാധേസ്തസ്യ ലിംഗായുധാസ്ത്രാഃ ഭൂലോകസർഗാശയെ പ്രജ്വാലതി വിവിധോജ്വല ഇവം ബഹുവിധദുഃഖേ ദൈവഭൂതാത്മസംഭവൈഃ യസ്മാശ്ചിതപശ്യന്തി ഹേ ദേഹി തമോ വൃത പ്രാണേന്ദ്രിയം നവധർമാന ആത്മന്യധ്യസ്തഗുണ ചേതേകാമലമന്ധേനമാഹമതികർപ്പകൾ യഥാത്മാനോജ്ഞായ ഭഗവന്തം പരമേശ്വരസ്പൃശേതുമേഷുപുത്രേഹസ്വർ ഗുണാഭിമാനീ സദാകർമ്മണി ഗുരുദേവശ ശുക്ലമോക്ഷം ലോഹിതമായ കർമാഭിജായതേ ശുക്ലപ്രകാശപുഷ്ടാൻ ലോകാനാപ്രതികഹിജിൽ ദുഃഖോദർക്കാന്ദ്രിയായാസാം സമസ്വദോത്കടാൻഭജിൽ ഉദയകുമാർഗുജസ്ത്രീകുജിന്നോഭിമന്ധതീഃ ദേവമനുഷ്യസ്ത്രീമായ കർമ്മം ഭവ ഷഡ്പരിതോയികാദിന സാരണ്യോ ധനം ഗൃഹം ചിരഞ്ജനദീർഘിഷ്ടം ദുർഗണ്ഡമോദമേ ഭവ യഥാ രാമാശ്വരീമോച്ഛാവതഭാവൻ ഉപര്യതോപാമധ്യമായ അതിനിഷ്ടം ക്രിയാപ്രിയം ദുഃഖേഷ്വേകതരേണ വിദൈവഭൂതാത്മകേഷു ജീവസനവിച്ഛേദസ്യ അചേതക്കൽ പ്രതിക്രിയ ഇതായ പുരുഷോപാനം ചിരസാദുർവിദ്വഹൻ സംസ്കന്ധേന സാധത്തെ തഥാ സർവാഃ പ്രതിക്രിയാഃ േകാന്തരഹൃദയകാലകർമ്മണാം കർമ്മ കേവലം ദ്വയം വിദ്യോപസുഖം സ്വപ്നേ സ്വപ്നേവാനഘ അർത്ഥേഷു വിദ്യമാനേ വിസംസ്കൃതം വർത്തതേ മനസാനിന്ദ്രൂപേണ സ്വപ്നേം ചേർത്തോ യഥാ അഥാത്മനോർത്ഥഭൂതസേതോ യഥോ വനർത്ഥപരമ്പര സംസ്കൃതസത്യവച്ഛേദോ ഭക്തിയാകർമ്മയാഗോ വാസുദേവേ ഭഗവദ്ഭക്തയോഗസമാഹിത സദ്രീചീനേന്ദ്രികാജ്ഞാനജനീശ്വരി സോജികാദേവരാജശ്രീസ്യാദശ്രുതധാശ്രയ ശൃണ്വദശ്രുതധാനസ്മിതിനാസിനാധീയത യഥോ ഭാഗവതാരാജൻ സാധുവോ വിസദാശയാഃ ഭഗവദ്ഗുണാഗതശ്രവണവിദ്യചേതസ തസ്മിൻ മഹന്മഹരിതാമധുരിച്ചരിത്രമയൂഷശേഷകർഗഃ പരിതസ്രവന്തി കായേ പിബന്തി അഭിഷോ നിർവകാണ്ഡകർണേ സ്ഥാനസ്പൃശന്തി അസനപരഭ്രയശോകമോഹാഃ േരോഗസുഭാജൈഃ നിരോധേർവനപ്രധാനപ്രതിധോരിതിം പ്രജാപതി സാക്ഷാത് ഭഗവാൻ വിശ്വമയോ ലക്ഷാദി പ്രജാദക്ഷ നൈഷ്ഠികാഃ സനകാജ്ഞ നരീശ്വരത്വഗ്രസോഹസ്യ ഫലഹാപ്രദോ ഭൃഗുവസിഷ്ഠ ഇത്യേതേമദൈം ഭൃഗുവസിഷ്ഠ ഇത്യേതേ മദന്തബ്രഹ്മവാദിന അദ്യസ്മതിസ്തപോദിന്യസ്മാദിനി പശ്യന്തോപനപശ്യന്തപശ്യന്തം പരമേശ്വരം ശബ്ദബ്രഹ്മണി ദുഷ്പാനചരന്തോ വിസ്തരേ മന്ദവിജ്ഞ വിവച്ഛിന്നം ഭജന്തോ വിദോഹരം യഥായവനബ്രഹ്മാദി ഭഗവാൻ അല്പഭാവിത സജഹാദിമതിം ലോകേ വേദേ ച പ്രതിഷ്ഠിത തസ്മാത് കർമ്മസു ബഹിഷ്ഠജ്ഞാനദാർത്ഥകാശുഷു മാർത്ഥദൃഷ്ടിമുഖാഃ ശ്രോത്രസ്പർശിഷു അസ്പൃഷ്ടവസ്തുഷു സ്വലോകനവ്യസ്തേവേതദേവോജനാർദ്ദന അഹുധൂമതിയോവേദം സകർമ്മകമതദ്വിജ ആസ്തീത്യദർഭൈഃ പ്രാഗഗ്രേകാർശ്യനക്ഷരിമണ്ഡലം സദ്വഭഗദ്വരാന്മണേ കർമ്മനാവേശേൽപരം കർമ്മഹരിദോഷമേ സാ വിദ്യാതന്മതവീയ ഹരിദേഹൃതാത്മാ സ്വയം ഹരിദേഹൃതാമാത്മാ സ്വയം പ്രതിരീശ്വര ഹരിപാദക്ഷേമോനാമിഹ സവൈ വേദപശ്ചാത്മായ ഭോഗമഭയമുണ്ടവി ഇതിവേദസവൈ വിദ്വാന്യോ വിദ്വാൻ സർവോഹരി നാരദവാച യപസ്നേഹം സംഛിന്ന ഭവതഃ പുരുഷശുഭ അതമേവ തദോ മുഖ്യം നിശാമേ സുനിശ്ചിതം ശുദ്ധരഞ്ജനസ്മരസാം സർവേ വിധിത്വാരക്തം ഷഡാന്ധീകരണസാമസുദ്ധകരണം
ദേവഗാന സുലഭോ അഭിനയേനാന്തം കൃത്യന്തം മൃഗീർഭഗവാന ഭിന്നം അസ്യാർത്ഥ സ്മരസമധർമ്മണ പ്രീണം ശരണാശ്മേ പുഷ്പമധുന്ദവം ക്ഷുദ്രിതമം കാമികർമ്മവിഭാഗതം കാമസുധലവം ജൈവ്യവസ്ഥ്യാദി ചിന്തന്തം മിഥുനീ ഭൂയ തദവിവേശന സംഷടം ഭിന്ന സാമഗീതമതർമ്മോഹരവരിതാജനാദ അത് അതിമനോഹര വനിതാദി ജനാല അപേക്ഷതിജനാമതിപ്രലോഭനകർമ്മഗ്രേ മൃഗയൂഥവതാത്മന അൽവഹരതോ അഹോരാത്രാന്താൻ കാലലവവിശേഷാന വിഗണയ്ക്ക് ഗൃഹേഷു വിഹരന്തം ഇഷ്ടത ഏവ പരോക്ഷമപ്രവൃത്തോർഭൃത കൃതാന്തോന്തസ്സരേ നിയമിഹവനാവിന്ധതി തമിമോ ആത്മാനമഹോരാജൻ ദ്രഷ്ടുമർഹസീതി സത്വം വിചക്ഷ്യ മൃഗചേഷ്ടിത് സത്വം വിചക്ഷ്യ മൃഗചേഷ്ടിതമാത്മനോ അന്തസ്ഥിത്തം നിയച്ഛവികർണധുനീം ചരിത്തെ യർഹി അങ്കനാശ്രമ സത്വമയൂഥഗാഥം പ്രീണീഹി ഹംസേവം ദേവക്രമേണ രാജോവാച ശുദ്ധമന്വീക്ഷണം ബ്രഹ്മൻ ഭഗവാനെ ഭാഷണ നേതൃത്യാനന്ദിവാധ്യായാ കിംനദ്രുയോർദീദുർയതി സംശയോത്കൃതമേ വിപ്രസംശനസ്തൽപുരോ മഹാൻ ഋഷയോപി മുഖ്യന്തി യതനേന്ദ്രിയവൃത്തയ കർമാണ്യാർഹതേന ഭമാനി വിഹായകം നമോത്രാന്യേന ദേഹേ ദുഷ്ടാനി സനിദസ്തുതേ ഇതി വേദാമദശ്രുതേതത്രോക്രഹ കർമ്മയർക്രിയതേ പ്രവൃതം പരോക്ഷം പ്രകാശതേ നാരദുവാച കേനേവാർഹതേ കർമ്മ കേനേവാമത്രതൽകുമാർ ഭൂമദേഹ്യ അഭിവധാനേ ലിംഗേന മനസാസ്വയം ശ്യാനോത്സതി സ്വസന്ത പുരുഷോയഥ കർമാത്മന്യാഹിതം ഭൂപ്രേതാദർശേനേതരേണ വാ അമൈദേവനസായദ്യദസാവഹമിതി കുരുവൻ ഗണ്ഡീനാകൽപമാണ്ഡധം ധർമ്മേണ പുനർഭവ യഥാജ്ഞേതി ചിത്തമുഭയൈന്ദ്രിയഹിതൈഃ एवं प्राप्तेन कर्मलक्ष्यते सिद्धोक्तिभिः कायभूतं पुजानेन देहेनादृष्टमश्रुतं कदाचिदुलभ्यते दुर्मयादिकल्पने तेनास्ताचकादलिङ्किनदेहसम्भवं श्रद्धत्समानानुभूतोऽर्थो मनः स्पष्टमर्हति मनेन मनुष्यस्य पूर्वरूपाणि संसदि भविष्यतस्य तद्वदेव तथैव न भविष्यति अदृष्टमश्रुतं चात्रजन्मनसि दृश्यते यथा तन्मन्तव्यं देशिकाग्न्याश्रयं सर्वे क्रमानुरोधेन मनसि द्विगोचराः आनन्दवर्गशोयन्दसमये समनसोजनाः प्रत्येकनिष्ठेन भगवत्पार्श्ववर्तिनि नमश्चन्द्रमसीवेदमुपरिज्य अवभासते अहममेधिभामोऽयं पुरुषेऽनुरधीयते यावद्बुद्धिमनोक्षात्तगुणविभोजनादिमान् सुप्रथमोक्षोपदावेशप्राणाय विघातता देहदेहविधिज्ञानमुक्तिप्रज्वालयोरपि गर्भेबाल्ये अप्यपौष्कुल्यात् गर्भेबाल्येऽप्यपौष्कल्यादेकादशविधं तदा लिङ्गं न दृश्यते विनः पुमामेतुसुविधा अर्थेशक्तिमानेन संसर्गं वर्तते ध्यायदोषेण ससम्यनर्थादिमो यथा एवं तद्यलिङ्गं पुरुषोडसरस्थितम् एष चेतन्यायकृतो जीव इत्यभिधीयते अनेन पुरुषोदेहानुपादत्ते विमुञ्चति परिषक्षोदं भयन्दुःखं सुखं च अनेदिन्दति यथा अभयाति च तत्यचेन्द्रियमाणेऽपि प्राग्देहाभिमदिञ्चन यावदेन्दविद्येदेवधानिलकर्मणा अनेव निश्चिन्द्रभूतानां भवभावनं यदा क्षेयस्य ज्ञानध्यान कर्मणा कर्मण्य आचरितय सकल सतिकर्मण्य विद्याय बन्धकर्मण्यात्मना अहस्तापवादार्थपदसर्वात्मना हरिं अवश्यं सदात्मविषं स्थिति प्रत्यप्येनायत मैत्रेयर्वाच भागवतमुख्यभगवन्नारदो हंसयोर्गतिं प्रदर्शति ममान्तसिद्धरोदन्तरोधनं प्राचीनवर्षीणाकर्षे प्रजासदाभिरक्षणे आदिश्यपुत्रानागमनस्तपसेकराश्रमं तत्रैकाकर्मणामीरो गोविन्दशरणाम्बुजं योक्तसङ्गो अल्पजं भक्त्यादर्शाम्यतागात् यदध्यात्मवारक्षं वेदं देवर्षणाघ याश्चावेदयश्रुण्यसैक्येमुच्यते एतन्मुकुन्देस्ताभूनं प्रदानम् देवर्षिवर्गमुखनिस्वतम् अल्पसौजं यः कीर्त्यमानमधिगच्छति पारमेष्ठ्यं नास्मिन् भवे भवतिमुक्तसमस्तबन्ध अध्यात्मपारक्षमिदमुनिनाधिगतमद्भुतम् एवं स्नेहाशवाहंसक्षीमामुत्रे संशया श्रीकृष्णार्पणस्तुति श्रीमद्भागवते महापुराणे वार्तांस्यां संहितायां चतुर्थस्कन्धे विधिवमित्रे संवादे राजेन बर्हिर्नारदसंवादो नाम एकोनत्रिंशत्तमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द മഹർഷി പുരഞ്ജനോപാഖ്യാന കഥ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ തത്വം പറയുന്നു. 1 അധ്യായത്തിൽ പറഞ്ഞു. പുരഞ്ജനം, പുരത്തെ ജനിപ്പിക്കുന്നത് ജീവനാണ്. വീടുണ്ടാവുമ്പോൾ ജീവാത്മാവ് വരികയല്ല ചെയ്യുന്നത്. ജീവാത്മാവായിട്ട് മാറുമ്പോൾ ഒരു വീട് അവിടെ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ജീവാത്മാവാവുന്നത്. അപ്പൊ പുരഞ്ജനം എന്ന് പറഞ്ഞാൽ ജീവനെയാണ് പറയുന്നത്. ഈ പുരുണ്ടാവുകൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. ഈ പുരുണ്ടാവാനുള്ള കാരണം ജീവനാണ്. അതാണ് പുരഞ്ജനന്റെ സ്വഭാവം. എന്താ? വീട് കെട്ടി ഇങ്ങനെ രസിക്കുക എന്ന് പറഞ്ഞത്. ജീവാത്മാവാണ് ഈ പുരത്തെ ഉണ്ടാക്കുന്നത്. നമ്മളുടെ ശരീരത്തെ നമ്മളാണ് ശരിക്കും ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ശരീരം കിട്ടണമെന്ന് നമ്മൾ മോഹിച്ചുകൊണ്ടാണ് ഈ ശരീരം കിട്ടിയത്.
അതാണ് ഇതിന് കാരണം എന്നർത്ഥം. അല്ല, കാരണക്കാരനെ വേറെ ഒന്നും സൃഷ്ടിക്കണ്ട, എല്ലാറ്റിനും കാരണം നമ്മളാണ്. അപ്പൊ നിരവധി ശരീരത്തില്, അത് ഷഡ്പദങ്ങളായിട്ടും എട്ടുകാലിയായിട്ടും നാൽക്കാലികളായിട്ടും ഒക്കെ ജീവിച്ച് അവസാനം ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് ഒരു വീട് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഈ ഭാരതഖണ്ഡത്തിലൊരു ജന്മം, ഭാരതഭൂമിയിൽ ഒരു ജന്മം എന്ന് പറഞ്ഞത് അത് ഭഗവാന്റെ വരദാനം പോലെ അത്ര പവിത്രമായ ഭൂമി. അവിടെ ഒരു മനുഷ്യജന്മം ഉണ്ടാക്കാനും സാധ്യമല്ല, അത് കിട്ടണമെന്നാണ്. അത്ര പ്രാധാന്യമുണ്ട് ഈ ഹിമാലയത്തിന് തെക്ക് ഭാഗത്തുള്ള ഭാരത ഭൂമിയിൽ ഒരു മനുഷ്യജന്മം കിട്ടാൻ. അത് കിട്ടിക്കഴിഞ്ഞാലോ ആ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് സുന്ദരി ബുദ്ധിയാണ്. ബുദ്ധി പറഞ്ഞതേ കേൾക്കുള്ളൂ നമ്മള്. ആരെന്ത് പറഞ്ഞാലും ബുദ്ധി പറഞ്ഞ് വിശ്വാസമാവണം, ബുദ്ധിക്ക് വിശ്വാസമാവണം. അതാണ് ആ ബുദ്ധിയെ കല്യാണം കഴിച്ച് ഉള്ളിൽ കയറി ജീവിതം തുടങ്ങി. 5 തലയുള്ള സർപ്പാണ് സംരക്ഷിക്കുന്ന പഞ്ചപ്രാണങ്ങളാണ്. പ്രാണാപാന വ്യാനോദാന സമാനന്മാരാണ് ശരീരത്തിന്റെ രക്ഷ. ഭക്ഷണം ഒന്നും കഴിക്കണമെന്നൊന്നുമില്ല, പ്രാണം കിട്ടിയാൽ മതി. പ്രാണം പോയോ എന്നല്ല ചോദിക്കുക, ഭക്ഷണം കഴിക്കാണ്ടയോ എന്നല്ല ചോദിക്കുക, പ്രാണം പോയോ. ഭക്ഷണം കഴിക്കാണ്ടിരുന്നാലും ജീവിച്ചിരിക്കുന്നുണ്ടാവും, പ്രാണം പോയാൽ കഴിക്കും. അതാണ് സംരക്ഷണത്തിന്റെ ചുമതലയായി ഈ പ്രാണങ്ങളൊക്കെ. പ്രാണം മാത്രം മതി ശരിക്കും. അത് നേരെ ശ്വസിക്കാത്തതുകൊണ്ടാണ് നമുക്ക് മറ്റൊക്കെ കഴിക്കണം തോന്നുന്നത്. നന്നായിട്ട് പ്രാണായാമം ചെയ്താൽ പിന്നെ ഭക്ഷണം കഴിക്കണമെന്നേ തോന്നില്ല. നമ്മുടെ ശിരസ്സിൽ നിന്ന് ഒരു അമൃത് നേരെ കിട്ടുന്ന, വേണ്ടി വന്നാൽ അത് മതിയെന്ന്, ഇല്ലെങ്കിൽ ഒന്നും തന്നെ വേണം തോന്നില്ല. പ്രാണായാമം ശരിയാവണം. പിന്നെ ഭൃത്യന്മാര് 10 പേരെന്ന് പറഞ്ഞാൽ 10 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും നമുക്ക് വേണ്ടി എന്ത് പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറാണ്. കേൾക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ ചെവി കുറിപ്പിച്ചു പിടിക്കും, കാണണമെന്ന് തോന്നുമ്പോഴേക്കും കണ്ണ് അവിടെ എത്തും. ഇങ്ങനെ ഓരോന്നിനും നമ്മളെ സഹായിക്കാൻ 10 ഇന്ദ്രിയങ്ങൾ. പിന്നെ ഗന്ധർവന്റെ ആക്രമണം എന്ന് പറയുമ്പോൾ അത് കാലമാകുന്ന ഗന്ധർവനാണ്. കാലം കൊണ്ട് ഇത് തകരാണ്ടിരിക്കില്ലല്ലോ, അതാണ് ഗന്ധർവന്റെ ആക്രമണം. പിന്നെ നായാട്ടം എന്ന് പറയുന്നത് സ്വപ്നം കാണല്, ബുദ്ധിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ബുദ്ധി വല്ലാത്ത ദേഷ്യം വരും. ബുദ്ധി തലയിൽ മാന്താൻ വേണ്ടി ആജ്ഞ കൊടുക്കും, ചിലപ്പോൾ തലയിൽ ഇടിക്കും. ഇതൊക്കെയാണ് ബുദ്ധിയുടെ ചവിട്ട് എന്ന് പറയുന്നത്. സ്വപ്നം കണ്ടാൽ ഇഷ്ടമല്ല. പിന്നെ 2ാം ഭാര്യ എന്ന് പറഞ്ഞാൽ ജരാനരയാണ് 2ാം ഭാര്യ. ജരാനരങ്ങൾ നമ്മൾ വേണം വിചാരിക്കേണ്ടതല്ല, പിന്നിന്ന് പിടികൂടുന്നത്. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ തമ്മിൽ അവിടെ അങ്ങനെ കഴിഞ്ഞുകൂടി ഒടുക്കം ആ ശരീരം വിട്ടു പോകുമ്പോ ബുദ്ധി പോയാവില്ല. ആ ബുദ്ധിയെ കുറിച്ചുള്ള ചിന്തയാവുമ്പോ ആദ്യ ജന്മത്തിന് കാരണമാകും. ബുദ്ധിയല്ല, ജ്ഞാനത്തിനല്ല, വിജ്ഞാനത്തിൽ നമ്മൾ പിടിക്കണം. അറിവിലല്ല, അനുഭവത്തിൽ നമ്മളെത്തണം. ആ അനുഭവത്തിൽ ആനന്ദിച്ചിരിക്കുമ്പോ നമുക്ക് ഈശ്വരനെ കുറിച്ച് ആ അനുഭവമാണ് ഈശ്വരൻ. അറിവല്ല, അറിവിന് ബുദ്ധി വേണം, പക്ഷെ അനുഭൂതിക്ക് ബുദ്ധി വേണ്ട. അത് സമർപ്പണേ വേണ്ടൂ. ആ സമർപ്പണം കൊണ്ട് കിട്ടുന്ന അനുഭൂതിയാണെന്ന് വെച്ചാൽ പിന്നെ ജന്മില്ല. അറിവിന് വേണ്ടിയിട്ടാണ് വെച്ചാൽ പിന്നെ ജന്മം. അതാണ് പിന്നെ ഒരു സ്ത്രീയായിട്ട് ജനിച്ചു സത്സംഗം കിട്ടി എന്ന് പറയുമ്പോ അത് പിന്നെ നല്ല സാഹചര്യമായി. അതിൽ ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടായി. കാട്ടിൽ സ്വസ്ഥായിട്ട് പോയി, ഭർത്താവ് മരിച്ചു. അപ്പോഴാണ് അവിജ്ഞാത നാമ എന്ന് പറഞ്ഞാൽ എപ്പോഴും പരമാത്മാവ് സുഹൃത്തായിട്ടുണ്ട്. അതാണ് പേരറിയാത്ത സുഹൃത്ത് പരമാത്മാവാണ്. ആ പരമാത്മാവ് ബ്രാഹ്മണ രൂപത്തിൽ വന്നു, ബോധരൂപത്തിൽ വന്നു. എന്നിട്ടോ അങ്ങനെ ഒന്നിച്ച് മാനസ സദസ്സിലേക്ക് ആ ബോധം തെളിഞ്ഞപ്പോ ഇതൊക്കെ മിഥ്യയാണെന്ന് മനസ്സിലായി. ജീവാത്മാവ് പരമാത്മാവിനോടൊപ്പം ലയിച്ചു. ഇതാണ് കുടുംബവാക്യന കഥ. ഈ മുക്തി പദത്തിന് വേണ്ടിയിട്ടാണ് ജീവൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറന്ന് കർമ്മടനായ പറ്റോ എന്നാണ് നാരദന്റെ ചോദ്യം. ഇത് കഴിഞ്ഞപ്പോഴേക്കും പ്രാചീന മേഘസിന് മനസ്സിലായി. അദ്ദേഹം കുറച്ച് ദിവസങ്ങളെ കൊണ്ട് തന്നെ മുക്തി പദം പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തി. ഇനി പ്രത്യേകസുകൾക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നതൊക്കെ ഒരു 15 മിനിറ്റ് നിർത്തിയതിനു ശേഷം പുള്ളിക്കാരെ വിളിക്കുമ്പോൾ മനസ്സിലാക്കി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ